ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെ ഉപതെരഞ്ഞെടുപ്പുകളിലൂടെ വരുന്നു എന്നുള്ളതൊന്നും ഒരു ഘടകമേ അല്ല. കാരണം നേരത്തെ തന്നെ കേരളത്തിൽ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കോൺഗ്രസ് നിയമസഭാ കക്ഷിയിലൊക്കെ അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നപ്പോഴാണ് എ കെ ആന്റണിയെ പിന്നീട് ഇടയ്ക്ക് മുഖ്യമന്ത്രിയായി കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിന്റെ മണ്ഡലം തിരൂരങ്ങാടി 1995 തിരൂരങ്ങാടിയിൽ മുസ്ലിം ലീഗിന്റെ MLA രാജിവെപ്പിച്ചുകൊണ്ട് അവിടെ ആ മണ്ഡലം എ കെ ആന്റണി അവിടെ മത്സരിക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് വിട്ടുകൊടുക്കുന്നു. അതായത് ഏറ്റവും ഉറച്ച മണ്ഡലം എന്നുള്ള നിലയിൽ, ആ നിലയിൽ ഒരു ഉറച്ച മണ്ഡലം കോൺഗ്രസിന് അങ്ങനെ KC വേണുഗോപാൽ വരികയാണെങ്കിൽ കൊടുക്കുന്നതിലൊന്നും പ്രശ്നമില്ല. നേരത്തെ വടക്കാഞ്ചേരിയിൽ കെ മുരളീധരൻ മത്സരിച്ച് പരാജയപ്പെട്ടിട്ടുണ്ട്. അതും അന്ന് കോൺഗ്രസിന്റെ ഒരു ഉറച്ച മണ്ഡലമായിരുന്നു. ആ ചരിത്രമുണ്ടെങ്കിലും അതിനേക്കാൾ കുറച്ചുകൂടി കംഫർട്ടായിട്ട് ജയിക്കാൻ കഴിയുന്ന മറ്റു മണ്ഡലങ്ങളൊക്കെ UDF ഞാൻ അതിൽ പറയുന്നത് ഇപ്പോൾ KC ഈ പറഞ്ഞ പോലെ തന്നെ വളരെ സുരക്ഷിതമായി KC വേണുഗോപാലിനെ കൊണ്ട് മത്സരിപ്പിക്കാനും വീണ്ടും ഒരു MP ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെയും ഒരു കംഫർട്ടബിൾ മെജോറിറ്റിയിൽ ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലത്തിലേക്കും അവർക്ക് ഒരാളെ നോമിനേറ്റ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ ഹൈക്കമാൻഡ് ഇത്തരം സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതിനപ്പുറം വീണ്ടും KC ആണെങ്കിൽ വീണ്ടും 2 ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടി വരുമല്ലോ. അത്തരം സാഹചര്യങ്ങൾ ഒരുപക്ഷെ പരിഗണിക്കപ്പെടാൻ സാധ്യതയില്ലേ? അല്ല, വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് നടക്കുക എന്നുള്ളതൊന്നും കോൺഗ്രസിനെ സംബന്ധിച്ച് അതൊരു ഘടകമാകില്ല. കാരണം അവരെ സംബന്ധിച്ച് മുഖ്യമന്ത്രി എന്നുള്ളത് തന്നെയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രമല്ല, ഇപ്പോൾ ആലപ്പുഴയിലാണല്ലോ പിന്നീട് പാർലമെന്റിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരിക. കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരുപക്ഷെ അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാകും അവിടെ വീണ്ടും വിജയിക്കാൻ കഴിയും എന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.